ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു ദ്വീപ്, മഴക്കാടുകളും അപൂർവ സസ്യസമ്പത്തും തിങ്ങി നിറഞ്ഞ പ്രദേശം. പക്ഷേ പച്ചപ്പുകൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്നുണ്ട് മരണം. ദ്വീപിൽ കാൽ കുത്തിയാൽ ഓരോ ചവിട്ടടിയിലും കാലിനടിയിലേക്കെത്തുക ഉഗ്രവിഷമുള്ള പാമ്പുകളായിരിക്കും. ബ്രസീലിലെ സവോ പോളയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയാണ് പാമ്പുകളുടെ ദ്വീപ് അഥവാ ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡെ എന്നറിയപ്പെടുന്ന മരണം മണക്കുന്ന ഈ ദ്വീപുള്ളത്. ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡെ എന്നാൽ വനനശീകരണം എന്നാണ് അർത്ഥം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ദ്വീപിൽ കൃഷി വ്യാപകമാക്കാനായി അവിടെയുള്ള മരങ്ങളും ചെടികളുമെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. കാട്ടുതീയിട്ടാണ് ദ്വീപ് വൃത്തിയാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ പദ്ധതി പൂർത്തിയായില്ലെന്ന് മാത്രമല്ല, ദ്വീപിൽ ഒളിച്ചിരിക്കുന്ന അപകടം മനസ്സിലാക്കിയതോടെ ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കാതായി. അങ്ങനെയാണ് ഈ ദ്വീപിന് ഇങ്ങനെയൊരു പേര് ലഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളായ ഗോൾഡൻ ലാൻസ് ഹെഡ് വൈപ്പറുകളെ കൊണ്ട് നിറഞ്ഞ ഈ സ്ഥലത്ത് മനുഷ്യർക്ക് പ്രവേശനമില്ല. വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ഒറ്റപ്പെട്ട ഈ ദ്വീപിൽ വേട്ടയാടാൻ മൃഗങ്ങളില്ലാത്തതിനാൽ പാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചു. ഈ പാമ്പുകളുടെ വിഷം തൊലിയിൽ തട്ടിയാൽ പോലും മരണം സംഭവിക്കാം. ഒരു ചതുരശ്ര മീറ്ററിൽ 5 പാമ്പുകൾ വരെയുണ്ടെന്നാണ് കണക്ക്. ബ്രസീൽ സർക്കാർ ഈ ദ്വീപിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. നാവികസേനയ്ക്കും ഗവേഷകർക്കും മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. കടൽ കൊള്ളക്കാർ തങ്ങളുടെ നിധി ഒളിപ്പിച്ചിരുന്നതായും അത് കാത്തുസൂക്ഷിക്കാൻ പാമ്പുകളെ വിട്ടതാണെന്നും ചിലർ പറയുന്നു. ഈ ദ്വീപിൽ 2000-ത്തിലധികം ഗോൾഡൻ ലാൻസ് ഹെഡ് പാമ്പുകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടത്തെ ലൈറ്റ് ഹൗസ് പ്രവർത്തിപ്പിച്ചിരുന്ന അവസാനത്തെ വ്യക്തിക്ക് പോലും പാമ്പ് വിഷമേറ്റ് മരണം സംഭവിച്ചതായി പറയപ്പെടുന്നു.